അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ ഒരവസരത്തിൽ മുത്തനബിയുടെ സ്വഹാബാക്കളെ കൂട്ടത്തിലെ പാവപ്പെട്ട സ്വഹാബാക്കൾ മുത്തനബിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ഒരു വിഷമം പറഞ്ഞു, ഒരു വേജാറ് പറഞ്ഞു. അല്ല നബിയെ, നമ്മളെ കൂട്ടത്തിൽ എത്രയോ ധനികന്മാരുണ്ട്, മുതലാളികളുണ്ട്, പണമുള്ളവരുണ്ട് അവിടുത്തെ സ്വഹാബാക്കളെ കൂട്ടത്തിൽ. അവർ നല്ല ഈമാനുള്ളവരാണ്, നല്ല ഇബാദത്തുള്ളവരാണ്, നമ്മളെപ്പോലെ തന്നെ അവർ എല്ലാ വിഷയത്തിലുമുണ്ട്. പക്ഷേ നമ്മൾക്ക് ചെയ്യാൻ കഴിയാത്ത വലിയൊരു അമല് അവർ ചെയ്യുന്നുണ്ടല്ലോ നബിയെ. അതായത് അവരുടെ പണം അവർ ഇസ്ലാമിന് വേണ്ടി ചെലവ് ചെയ്യുന്നു, സ്വതക്ക കൊടുക്കുന്നു, സക്കാത്ത് നൽകുന്നു. മുത്തനബി ചോദിച്ചപ്പോൾ തന്നെ അവർക്ക് നല്ല ഈമാനോട് കൂടെ നൽകാനൊക്കെ അവരെ കൊണ്ട് സാധിക്കുന്നു. പക്ഷേ അത് കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ബേജാറാണ് നബിയെ. കാരണം അവർക്ക് വലിയ ബേജാറെന്ന് പറഞ്ഞാൽ അവർക്ക് സ്ഥാനം കിട്ടുന്നതിൽ ബേജാറെന്നല്ല, അങ്ങനൊരു സ്ഥാനമൊന്നും നമുക്കില്ലല്ലേ, നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ നബിയെ. നമ്മളെ പാവപ്പെട്ടവരായില്ലേ, നമ്മളെ കയ്യിലൊന്നും മുത്തുനബി പലപ്പോഴും ചോദിക്കുമ്പോൾ തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നൽകാനൊന്നും നമ്മുടെ കയ്യിലില്ല. അവരുടെ ആ ധനങ്ങൾ, ആ മുതലുകളൊക്കെ ചെലവ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ കൊതിയാവുകയാണ് നബിയെ. അവർക്ക് എത്രമാത്രം പ്രതിഫലം അല്ലാഹുവിൻ്റെ അടുക്കൽ ഉണ്ടാകും, ആ പ്രതിഫലമൊന്നും നമുക്ക് കിട്ടുമോ? അങ്ങനെ കിട്ടാൻ എന്തെങ്കിലും ഒരു വകുപ്പുണ്ടോ എന്ന് പാവപ്പെട്ട സ്വഹാബാക്കൾ മുത്തുനബിയോട് ഇങ്ങനൊരു വിഷമം പറഞ്ഞപ്പോൾ, മുത്തുനബിയാണല്ലോ, മുത്തുനബിയുടെ അടുക്കൽ പോയി വിഷമം പറഞ്ഞാൽ, ബേജാറ് പറഞ്ഞാൽ എല്ലാത്തിനും പരിഹാരമുണ്ടല്ലോ. ആ സമയത്താണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് സ്വഹാബാക്കൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുത്ത്, ഞാൻ നിങ്ങളോട് ഒരു ഇബാദത്ത്, ഒരു കാര്യം പറഞ്ഞു തരാം. അത് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ, അത് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ ആ വലിയ വലിയ ധനികന്മാരായ മുതലാളിമാരായ ആൾക്കാരൊക്കെ സമ്പാദിക്കുന്ന ആ വലിയ കൂലി നിങ്ങൾക്കും സമ്പാദിക്കാൻ സാധിക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ടപാടെ ആ പാവപ്പെട്ട സ്വഹാബാക്കൾക്ക് വല്ലാത്ത ആവേശം തോന്നി. എന്താണ് നബിയെ, അവിടുന്ന് പറഞ്ഞു തരൂ. അപ്പോഴാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ആ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ നിസ്കാരത്തിൻ്റെ ശേഷം 33 സുബ്ഹാനല്ലാഹ്, ഒരു 33 അൽഹംദുലില്ലാഹ്, ഒരു 33 അല്ലാഹു അക്ബർ എന്നുള്ള ഈ ദിക്ർ നിങ്ങൾ ചൊല്ലുക, വലിയ പ്രതിഫലം കിട്ടുമെന്ന് സ്വഹാബാക്കളോട് മുത്തുനബി പറഞ്ഞപ്പോൾ സ്വഹാബാക്കൾക്ക് വല്ലാത്ത ആവേശം തോന്നി, സന്തോഷം തോന്നി. അങ്ങനെ അതിൻ്റെ ശേഷം ആ സ്വഹാബാക്കൾ, ആ പാവപ്പെട്ട സ്വഹാബാക്കൾ എന്നും അവരുടെ നിസ്കാരത്തിന് ശേഷം ഈ ദിക്ർ ചൊല്ലാൻ തുടങ്ങി. കുറേ ദിവസം ഇങ്ങനെ ചൊല്ലുമ്പോൾ മറ്റുള്ള സ്വഹാബാക്കൾക്കും ഈ വിഷയം മനസ്സിലാക്കി. ഇവരൊന്ന് പ്രത്യേകിച്ച് ഇതെന്താ ഇബാദത്ത് ചെയ്യുന്നത്? അപ്പോഴാണ് അവർക്ക് ആ വിഷയം കിട്ടിയത്. അതേ, മുത്തുനബി ഇങ്ങനൊരു കാര്യം അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ മുതലാളിമാരായ പണമുള്ള സഹാബാക്കളടക്കം പിന്നീട് ആ അമല് ചെയ്യാൻ തുടങ്ങി. അവരും കൂടി ഈ അമല് ചെയ്യാൻ തുടങ്ങി. നോക്കണം സ്വഹാബാക്കളുടെ ഈമാന്. അവിടെ അവർക്കിങ്ങനെ ചിന്തിക്കാമായിരുന്നല്ലോ, നമ്മൾ മുതലുകൊണ്ട് സമ്പാദിക്കുന്നതിനേക്കാണ് മുത്തുനബി അങ്ങോട്ട് പരിഹാരം പറഞ്ഞു കൊടുത്തത്. അപ്പോൾ നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ലല്ലേ, നമ്മളത് ചെയ്യേണ്ടതില്ലല്ലോ. അങ്ങനൊന്നും ആ സ്വഹാബാക്കൾ ചിന്തിച്ചില്ല. അല്ലാഹുവിൻ്റെ കൂലിയല്ലേ കിട്ടുന്നത്, അല്ലാഹുവിൻ്റെ പ്രതിഫലമല്ലേ കിട്ടുന്നത്, മുത്തുനബിയല്ലേ പറഞ്ഞു കൊടുത്തത്, അതൊന്നും വെറുതെയാവൂല എന്ന ഈമാനോട് കൂടെ എല്ലാ സ്വഹാബാക്കളും പിന്നീട് അത് ചൊല്ലാൻ തുടങ്ങി. അപ്പോഴാണ് മറ്റേ സ്വഹാബാക്കൾ വീണ്ടും മുത്തുനബിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നബിയെ അവർ ഇതും ചൊല്ലാൻ തുടങ്ങി. അപ്പോഴാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അതവർ ചെയ്യട്ടെ, അത് അള്ളാഹു നൽകുന്ന ഫളലാണല്ലോ, അനുഗ്രഹമാണല്ലോ. ഇനി ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞു തന്നാലും അത് എല്ലാവരും ചെയ്യും, അതൊന്നും വിഷമിക്കേണ്ട വിഷയമല്ല, നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം കിട്ടും എന്നത് ഉറപ്പാണ്. ഇത് നാം പഠിക്കേണ്ട വലിയ പാഠങ്ങളുണ്ട്. നമ്മുടെ നിസ്കാരത്തിൻ്റെ ശേഷം നാം ചൊല്ലുന്ന പതിവാക്കിയിട്ടുള്ള ആ 33 സുബ്ഹാനല്ലാഹ്, ആ 33 അൽഹംദുലില്ലാഹ്, ആ 33 അല്ലാഹു അക്ബർ എന്ന ദിക്റിനിക്ക് എത്ര വലിയ മഹത്വമുണ്ട് എന്ന് മനസ്സിലാക്കി ഗൗരവത്തോടു കൂടെ നാം ചെല്ലുന്നവരാകണം. എന്തോ ചടങ്ങ് തീർക്കുക,
എന്തോ ചിന്തയോടുകൂടെ ഇങ്ങനെ അത് 33 ആയിട്ടുണ്ടോ ഇല്ലേ അതൊന്നും അറിയാതെ ഒന്ന് വെറുതെ ഇങ്ങനെ ചെല്ലിയാൽ ഈ പ്രതിഫലമൊന്നും കിട്ടില്ല. നല്ല ഗൗരവത്തോടുകൂടെ നല്ല കാര്യത്തിൽ മുത്തുനബി പഠിപ്പിച്ചതുപോലെ ഒന്ന് ചൊല്ലുകയാണെങ്കിൽ ആ മുത്തുനബി സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്ത ആ വലിയ പ്രതിഫലം മുഅ്മിനീങ്ങളായ നമുക്കും കിട്ടും. അതിൽ യാതൊരു സംശയമില്ല. വളരെ ഗൗരവത്തോടുകൂടെ ചൊല്ലാൻ അല്ലാഹു തൗഫീക്ക് നൽകി ആ പ്രതിഫലം കിട്ടുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.